ഈ ചെറുപ്പകാലം തന്നെ സിനിമയിലേക്ക് വരണം, ആ ഒരു ആഗ്രഹം ഇങ്ങനെ മനസ്സിൽ കടന്നു. 10ാം ക്ലാസ്സിൽ യു ഗോട്ട് എ ബ്രേക്ക് അല്ലേ? പക്ഷെ അതൊരു ചെറിയ ബ്രേക്ക് വെച്ചാൽ 10ാം ക്ലാസ് തന്നെ സിനിമയിൽ അഭിനയിക്കാൻ കഴിയുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അപ്പൊ പഠിത്തമൊക്കെ വേണ്ടാന്നങ്ങ് വെച്ചോ? അപ്പൊ എന്താ സ്ഥിതി? ഇല്ല, അത് കഴിഞ്ഞ് ഡിസ്റ്റൻസ് ലേണിംഗ് ആയിരുന്നു. അപ്പം 10th കഴിഞ്ഞു, ഇപ്പം BA ചെയ്യുന്നു. BA ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി എന്ന് പറയാം. ഓൾമോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം, ഒരു 3-4 പേപ്പർ കിട്ടിയിട്ടുണ്ടാവും. 3-4 എത്ര എണ്ണം എനിക്ക് തന്നെ അറിയില്ല. വരട്ടെ. ഹണി ഞങ്ങളുടെ ക്യാമ്പസിലേക്ക് കടന്നു വന്നപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് ആശങ്കകൾ ഉണ്ടായിരുന്നു. ക്ലാസ് പലപ്പോഴും മിസ് ചെയ്യേണ്ട അവസ്ഥകൾ വരാറുണ്ട്. പ്രത്യേകിച്ച് ഷൂട്ടിംഗ് ഒക്കെ ആയിട്ട് ഹണി പലപ്പോഴും ലീവ് എടുക്കേണ്ട അവസ്ഥ വരും. പക്ഷേ ഹണി അതൊക്കെ നേരിട്ട് ഞങ്ങളെ വളരെ മുൻകൂട്ടി തന്നെ കൃത്യമായി ഇൻഫോം ചെയ്യുകയും അതിന് വേണ്ടതായ ഫോർമാലിറ്റീസ് ഒക്കെ തയ്യാറാക്കുകയും ചെയ്യുമായിരുന്നു. പലപ്പോഴും ഇന്റേണൽസ് ഒക്കെ നഷ്ടപ്പെടാറുണ്ട്. പക്ഷെ നേരത്തെ ഹണി വന്ന് പറയും, ഞാൻ ഈ ഇന്ന ഡേറ്റുകളിൽ ഞാൻ ഉണ്ടായിരിക്കില്ല മാം, അപ്പം എന്താ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ട് ഹണി തന്നെ വന്ന് എല്ലാം കൃത്യമായിട്ട് ചെയ്യുകയും അത് എനിക്ക് തോന്നുന്നു ഇന്നത്തെ ജനറേഷനിൽ കാണാത്തൊരു വലിയൊരു ക്വാളിറ്റിയാണത്. അപ്പോ ചിലത് മിസ്സായിട്ടുണ്ട് ഇപ്പൊ ഈ ഷൂട്ടിന്റെ ഒക്കെ ബഹളം വരുമ്പോൾ. അപ്പൊ അതെല്ലാം ഇനി എഴുതിയെടുക്കണം. സ്കൂളിൽ നല്ല ശുഷ്കാന്തിയും നല്ല ചിട്ടയും വളരെ താല്പര്യമുള്ള ഒരു കുട്ടിയായിരുന്നു ഹണി എന്ന് പറയാൻ വേണ്ടി ഒരാൾ വരുന്നുണ്ട്. നോക്കട്ടെ. ഞങ്ങൾ 5th സ്റ്റാൻഡേർഡ് മുതൽ 10th സ്റ്റാൻഡേർഡ് വരെ ഒരുമിച്ചാണ് പഠിച്ചിരുന്നത്. സ്കൂളിംഗ് ഒരുമിച്ചായിരുന്നു. ഹണിയെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്, ഹണി ഒരിക്കലും സ്കൂളിൽ വരാറില്ലായിരുന്നു, ഒരു മടിച്ചിയായിരുന്നു. വല്ലപ്പോഴും മാത്രമേ സ്കൂളിൽ വരാറുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അവളെ മാവേലി എന്നാണ് ഞങ്ങൾ വിളിച്ചിരുന്നത്. പിന്നെ ഈ അടുത്ത നാളിൽ എല്ലാവരും കൂടി ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുകയും അതിലെല്ലാവരും ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യും. ഞങ്ങളൊരു ഗെറ്റ് ടുഗദർ ഒക്കെ വെച്ചതിന് ശേഷം ഇപ്പം വീണ്ടും ആ സൗഹൃദം എല്ലാവരും വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഹണിയോട് എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത്, ഇതുവരെ ചെയ്ത സിനിമകളിൽ ഏറ്റവും നല്ല ക്യാരക്ടർ അല്ലെങ്കിൽ ചെയ്തത് ഏറ്റവും നല്ലതായിരുന്നു എന്ന് ഒരു കോൺഫിഡൻസ് തോന്നുന്ന ഒരു ക്യാരക്ടർ ഏതാണ്? ഹണിയുടെ സുഹൃത്താണോ? ഞാൻ വിചാരിക്കണം മൂപ്പർ നല്ല ഹണിക്ക് നല്ല അച്ചടക്കമുള്ള കുട്ടിയായിരുന്നു, നല്ല പഠിപ്പിസ്റ്റായിരുന്നു, നല്ല കാര്യപ്രാപ്തി, നല്ല കൃത്യമായ ഡിസിപ്ലിൻ, സ്കൂളിൽ കൃത്യമായി വരും, രാവിലെ സ്കൂളിൽ പോയില്ലെങ്കിൽ കരയും, സ്കൂളിൽ പോയില്ലെങ്കിൽ കരയും, ഞായറാഴ്ച ദിവസം പോലും സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് വേണം വെക്കും, ഇങ്ങനെയൊക്കെ പറയാൻ വേണ്ടി വരുന്നത്. പക്ഷെ മടിച്ചിയായിരുന്നു, മാവേലി. എന്താണ് ഈ മാവേലി? കാരണം ഞാൻ ഇടയ്ക്ക് മുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ മാസങ്ങൾ കഴിഞ്ഞിട്ടേ കയറുള്ളൂ. അങ്ങനെയാണ്. അപ്പം ഈ ഒരു കുട്ടിയല്ലേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് പേരൻസിന് ഭയങ്കര ഇപ്പൊ ചെറിയൊരു തലവേദന വന്നാലും അന്നാ വേണ്ട, റെസ്റ്റ് എടുത്തോട്ടെ പാവം കൊച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് വീട്ടിലിരുത്തും. അവര് അതെ അതെ അമ്മയായിരുന്നു കുറച്ചുകൂടി ഭയങ്കര കെയർ. അപ്പൊ അങ്ങനെ ഇങ്ങനെ അങ്ങനെ മാവേലിയായിട്ട്, പക്ഷെ അതിന് പേരായിട്ട് മാറി അല്ലേ? അപ്പൊ വല്ലപ്പോഴേ ഓണത്തിനും സംക്രാന്തിക്കും മാത്രമേ നമ്മളവിടെ പൊങ്ങുന്നുള്ളൂ സ്കൂളിൽ. പക്ഷെ എന്നാലും സ്കൂളിലെ പക്ഷെ അത് എനിക്ക് ഭയങ്കര ബോറായിട്ടാ തോന്നാറില്ല. എന്ന് രാവിലെ റെഡിയായി ഒരുങ്ങി സെയിം അവിടെ പോയി ഒരു രസം. എല്ലാ ദിവസവും പോകേണ്ട കാര്യമില്ല. ഒരു മാസം നല്ല മാതൃകാ വിദ്യാർത്ഥിനിയാണ് ഹണി റോസ്. നല്ല പാഠങ്ങളാണ് പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. മാസത്തിൽ ഒരു പ്രാവശ്യമൊക്കെ പോയാൽ മതി.